നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് MSMEക്ക് കീഴിലുള്ള കൊയർ ബോർഡിന്റെ രണ്ട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്. അത് ഒന്ന് ആലപ്പുഴയും മറ്റേ ബാംഗ്ലൂരുമാണ്. അവിടെ നിലവിലുള്ള വേക്കൻസികളിലേക്കുള്ള ഇൻഫർമേഷൻ ആണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2021 ജൂൺ 20 താല്പര്യമുള്ളവരെ എത്രയും വേഗം ഇതിലേക്ക് അപേക്ഷിക്കുക. ഇതിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കൊയർ ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അത് 2 റിസർച്ച് സെന്ററുകൾ ഉണ്ടെന്ന്. സെൻട്രൽ കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ, അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊയർ ടെക്നോളജി, അത് ബാംഗ്ലൂരാണ്, കർണാടക. ഈ 2 സ്ഥാപനങ്ങളിലേക്ക് നിലവിലുള്ള പ്രോജക്ട് അതുപോലെ ടെക്നിക്കൽ സ്റ്റാഫിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് 2 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പ്രത്യേക ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റ് ഒരു വഴിയുണ്ട്. ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി 2 വർഷം പൂർത്തിവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഡിപ്ലോമ ടെക്സ്റ്റൈൽ ഹാൻഡ്ലൂം ടെക്നോളജിയും മിനിമം 5 വർഷത്തെ വരെയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 28,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ബാംഗ്ലൂർ ആണെങ്കിൽ 30% HR ലഭിക്കും ബേസിക്കിന്റെ. അതുപോലെ ആലപ്പുഴ ആണെങ്കിൽ 10% മാത്രം ലഭിക്കുമെന്ന് അറിയപ്പെട്ടിരിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ഡിസൈൻ അസിസ്റ്റന്റ് ആണ്. അവർക്ക് MTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്യാഡും 2 വർഷത്തെ പ്രവൃത്തിപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഡിപ്ലോമയും 5 വർഷത്തെ പ്രവൃത്തിപരിചയം ക്യാഡും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 28,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. മൂന്നാമത്തെ പോസ്റ്റ് ഫിറ്ററിന്റെ ഒരു വേക്കൻസി ഉണ്ട്. അത് കഴിഞ്ഞ് വെൽഡർ ഒരു വേക്കൻസി ഉണ്ട്. മെഷീനിസ്റ്റ് ഒരു വേക്കൻസി ഉണ്ട്. ഇലക്ട്രീഷ്യൻ ഒരു വേക്കൻസി. ഈ വേക്കൻസികളൊക്കെ ബന്ധപ്പെട്ട ട്രേഡിൽ IT 4 വർഷത്തെ പ്രവൃത്തിപരിചയമാണ് വേണ്ടത്. 20,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. പ്രോജക്ട് അസിസ്റ്റന്റ് വേണ്ട ബിടെക്, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നുള്ള ബിടെക് ബിരുദവും 2 വർഷത്തെ പ്രവൃത്തിപരിചയമുള്ളവർക്ക് പ്രോജക്ട് അസിസ്റ്റന്റിലേക്ക് അപേക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ്. 28,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്തത് പ്രോജക്ട് അസിസ്റ്റന്റ് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി 2 വർഷം പ്രവൃത്തിപരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത പ്രോജക്റ്റിലേക്ക് അനലിറ്റിക്കൽ കെമിസ്റ്റിന്റെ ഒരു വേക്കൻസിയാണ് ഉള്ളത്. അല്ലെങ്കിൽ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി 2 വർഷം പ്രവൃത്തിപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇവിടുത്തെ പ്രോജക്ട് അസിസ്റ്റന്റ് പോളിമർ കെമിസ്ട്രിയാണ്. MSc പോളിമർ കെമിസ്ട്രിയോ ബയോ പോളിമർ കെമിസ്ട്രിയോ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പ്രോജക്ട് അസിസ്റ്റന്റ് SCC എന്നുള്ളത് മൈക്രോ ബയോളജിയിലുള്ള MSc, ബയോടെക്നോളജി MSc 2 വർഷത്തെ പ്രവൃത്തിപരിചയമുള്ളതാണ്. അതിലേക്ക് ഈ പോസ്റ്റുകളിലേക്ക് 28,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ഇതെല്ലാം ആലപ്പുഴയ്ക്കാണ് ഈ പോസ്റ്റുകൾ. അടുത്ത പ്രോജക്ട് ഹെൽപ്പർ ഒരു പോസ്റ്റ് BSc മൈക്രോ ബയോളജി ബയോടെക്നോളജികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. 20,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത ട്രെയിനർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഡിപ്ലോമ ഇൻ ബയോ ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 20,000 രൂപ HR ആയിരിക്കും അതിന് ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത ബോയിലർ ഓപ്പറേറ്റർ ഒരു വേക്കൻസി ഉണ്ട്. ITIയും ബോയിലർ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും 5 വർഷം പ്രവൃത്തിപരിചയം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും. 25,000 HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത സ്റ്റോർ അസിസ്റ്റന്റ് ആണ്. ബാച്ചിലർ ഡിഗ്രി മെക്കാനിക്കലോ പോളിമർ ടെക്സ്റ്റൈലോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 25,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ലൈബ്രറിന്റെ ഒരു പോസ്റ്റിന്റെ MSc ലൈബ്രറി സയൻസ് ഉണ്ട് യോഗ്യത. 25,000 HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത പ്രോജക്ട് അസിസ്റ്റന്റ് ജിയോ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അത് ഒരു പോസ്റ്റ് MTech ജിയോ ടെക്നോളജി എഞ്ചിനീയറുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 28,000 രൂപ HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ആലപ്പുഴയിലേക്കായിരിക്കും. അടുത്തത് ബാംഗ്ലൂരിലേക്കുള്ള പോസ്റ്റ്. ഒന്ന് ഫിറ്റർ പോസ്റ്റിലേക്കും വെൽഡർ പോസ്റ്റിലേക്കും ഓരോ വേക്കൻസി ഉണ്ട്. അത് ബന്ധപ്പെട്ട ട്രേഡിൽ IT 4 വർഷത്തെ പ്രവൃത്തിപരിചയമാണ് വേണ്ട യോഗ്യത. 20,000 രൂപയും HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്തത് ഇലക്ട്രീഷ്യൻ അതുപോലെ IT ഇലക്ട്രീഷ്യൻ 4 വർഷം പ്രവൃത്തിപരിചയമാണ്. 20,000 HR ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത ലാബ് ടെക്നീഷ്യൻ MSc കെമിസ്ട്രി 2 വർഷത്തെ പ്രവൃത്തിപരിചയമാണ് വേണ്ട യോഗ്യത. പ്രോജക്ട് അസിസ്റ്റന്റ് ഒരു വേക്കൻസി ഉണ്ട്. BA അല്ലെങ്കിൽ BTech മെക്കാനിക്കലോ പോളിമർ ഉള്ളവർക്ക് 2 വർഷം, ഈ 2 വർഷം പ്രവൃത്തിപരിചയം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും. 28,000 രൂപ HR ആണ് 2 കോഴ്സിലേക്കുള്ള ശമ്പളം. ഇതിലേക്ക് 40 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, SC ST കാരുള്ളവർക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള സാലറി ആയിരിക്കും ലഭിക്കുക. സെലക്ഷൻ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ക്വാളിഫിക്കേഷന്റെയും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻ ചെയ്തായിരിക്കും ഇന്റർവ്യൂ വിളിക്കുക. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും ആപ്ലിക്കേഷൻ ഫോമും ഡീറ്റെയിൽസും എല്ലാം www.fireball.go.in സൈറ്റിലേക്ക് വേണം. ഇത് ഫോം ഉണ്ട്. ആ ഫോം പ്രിസ്ക്രൈബ് ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്ത് വേണം അയക്കാനായിട്ട്. ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ നടത്തണം. വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവരെയും കൺസിഡർ ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ളവരൊക്കെ ഓൺലൈനായിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം വഴി വേണം മാത്രം അപേക്ഷിക്കാനായിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ ഡോക്യുമെന്റ്സും ചേർത്ത് അത് നമ്മൾ വേണം ഈ ഗൂഗിൾ ഫോം വഴി അപ്ലോഡ് ചെയ്യാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. പക്ഷേ ഓരോന്നിനും പ്രത്യേകം അപേക്ഷ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ജൂൺ 20 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതേപോലെ പ്യുവർലി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം ആണ് ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെ സെലക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴി ആയിരിക്കും അറിയിക്കുക. അതുപോലെ വെബ്സൈറ്റും പബ്ലിഷ് ചെയ്യും. www.fireball.go.in സൈറ്റിൽ നിങ്ങൾക്ക്
ഇടയ്ക്കൊക്കെ അപ്ഡേറ്റ് ഒക്കെ നോക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഇതിനോടൊപ്പം ഉണ്ട്. ഈ ഫോം വേണം ഫില്ല് ചെയ്ത് നിങ്ങൾ ആ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ലിങ്ക് അതുപോലെ ഗൂഗിൾ ഫോമിൻ്റെയും ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ള ഈ അവസരം പരമാവധി ബലപ്പെടുത്തുക. 2025 ജൂൺ 20 ലാസ്റ്റ് ഡേറ്റ് എന്നായാലും പ്രത്യേകം മനസ്സിലാക്കുക.